ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്ങിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഫ് ഡിസ്ക് ഫോർമാറ്റ് മെത്തേഡ് വഴിയും ഡിസ്ക് മാനേജർ വഴിയും നമ്മൾ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഒരു ബേസിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ ഈ വിഷയത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം നോക്കുന്നത് വിൻഡോസ് 98 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റലേഷനാണ്. ഒരു അക്കാഡമിക് താല്പര്യത്തിനാണ് നമുക്ക് വിൻഡോസ് 98 നോക്കുന്നത്. മാത്രമല്ല മൈക്രോസോഫ്റ്റിൻ്റെ ഡോസ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഏറ്റവും അവസാനത്തെ പോപ്പുലർ പ്രൊഡക്റ്റാണ് വിൻഡോസ് 98. വിൻഡോസ് 3.1 ഒരു പ്രോഗ്രാമാണെന്നും ഡോസിൻ്റെ പുറത്ത് ലോഡ് ചെയ്യുന്ന ഗ്രാഫിക് ഇൻ്റർഫേസ് മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. വിൻഡോസ് 95, 98 തുടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മൈക്രോസോഫ്റ്റ് ഒരു സമ്പൂർണ്ണ ഗ്രാഫിക് OS ആയിട്ടാണ് അനൗൺസ് ചെയ്യുന്നത്. എങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇവയെല്ലാം ഡോസിൻ്റെ പുറത്ത് ലോഡ് ചെയ്ത ഗ്രാഫിക് ഇൻ്റർഫേസുകൾ മാത്രമാണ്. നമുക്ക് ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. നേരത്തെ പോലെ നമ്മുടെ കമ്പ്യൂട്ടർ CD-യിൽ നിന്ന് ബൂട്ട് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റിൽ വന്ന് നിൽക്കുകയാണ്. ലാസ്റ്റ് ചെയ്ത ലാബിൽ CDE എന്ന 3 ഡ്രൈവ് ലെറ്ററുകൾ ക്രിയേറ്റ് ചെയ്ത കാര്യം ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ CD-ROMൻ്റെ ഡ്രൈവ് ലെറ്റർ F: ആയിരിക്കും. ഈ CD-യിലുള്ള Win98SC എന്നൊരു ഫോൾഡറിലാണ് നമ്മൾ 98ൻ്റെ ഫയൽസ് സൂക്ഷിച്ചിരിക്കുന്നത്. SC എന്ന വാക്കിൻ്റെ അർത്ഥം സെക്കൻഡ് എഡിഷൻ എന്നാണ്. 98-ൽ പുറത്തിറങ്ങിയ വിൻഡോസ് 98 അത്ര വലിയ വിജയമായി മാറിയില്ല. അതിനുശേഷം വന്ന ഫസ്റ്റ് എഡിഷൻ, തുടർന്ന് വന്ന സെക്കൻഡ് എഡിഷൻ. ഇതിൽ സെക്കൻഡ് എഡിഷനാണ് പൂർണ്ണമായും വിജയിച്ച വിൻഡോസ് 98. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻഡോസ് 98 സെക്കൻഡ് എഡിഷൻ എന്ന ഉൽപ്പന്നമാണ് നമ്മൾ നോക്കുന്നത്. സെറ്റപ്പ് എന്ന കമാൻഡാണ് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സെറ്റപ്പ് എന്ന കമാൻഡ് റൺ ചെയ്യുക. ഇനിഷ്യലി നമ്മളുടെ ഹാർഡ് ഡിസ്കിനെ ഒരു വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് വിൻഡോസ് 98 ഇൻസ്റ്റലേഷൻ തുടങ്ങുക. അതായത് സ്കാൻ ഡിസ്ക് എന്ന ഒരു കമാൻഡ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ റൺ ചെയ്തിട്ടാണ് വിൻഡോസ് 98 ഇൻസ്റ്റലേഷൻ തുടങ്ങുന്നത്. നിലവിൽ ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അത് ഫിക്സ് ചെയ്ത ശേഷം മാത്രം ഇൻസ്റ്റലേഷൻ തുടങ്ങുക എന്നൊരു അപ്രോച്ചാണ് അതിനുള്ളത്. എന്തായാലും നമ്മുടെ 3 ഡ്രൈവുകൾക്കും C ഡ്രൈവ്, D ഡ്രൈവ് ആൻഡ് E ഡ്രൈവുകൾക്ക് എററൊന്നും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടെ X പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നിന്ന് എക്സിറ്റ് ആവും. 98 ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ മറ്റു പല ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള 98 ഇൻസ്റ്റലേഷൻ്റെ വ്യത്യാസം ആദ്യ ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മൗസ് കൺട്രോൾ ലഭിക്കുന്നു എന്നാണ്. നമ്മൾ ഇതിന് ശേഷം ഡിസ്കസ് ചെയ്യുന്ന വിൻഡോസ് XPയിൽ പോലും മൗസ് കൺട്രോൾ കിട്ടുന്നത് ഒരു ആദ്യ റീസ്റ്റാർട്ടിന് ശേഷം മാത്രമാണ്. എന്തായാലും നമുക്കൊരു വെൽക്കം സ്ക്രീൻ വന്നു. വിൻഡോസ് 98 ഇൻസ്റ്റലേഷനെ കുറിച്ചുള്ള അടിസ്ഥാന കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. 30 മുതൽ 60 മിനിറ്റ് വരെ ഈ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് എടുക്കും എന്ന് പറയുന്നു. 98ൻ്റെ ഒരു സെറ്റപ്പ് വിസാർഡ് സോഫ്റ്റ്വെയർ സ്റ്റാർട്ടാകുകയാണ്. വിസാർഡ് എന്നതിനർത്ഥം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളെന്നേ ഉള്ളൂ. എങ്ങോട്ടേക്കാണ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ചോദ്യമുണ്ട്. വിൻഡോസ് 3.1ൻ്റെ കാലഘട്ടത്തിൽ ചോദിച്ച അതേ ചോദ്യം. C:Windows എന്നാണ് നമ്മളുടെ ചോയ്സ് വന്നത്. വി വിൽ സേ നെക്സ്റ്റ്. വിൻഡോസിൻ്റെ ആ ഫോൾഡർ ക്രിയേറ്റഡ് ആവുകയും ആ ഫോൾഡറിൻ്റെ പ്രിപ്പറേഷൻ്റെ അടിസ്ഥാന ഘട്ടങ്ങൾ ചെയ്യുകയും ചെയ്യും. ശരിക്കും ഇത്തരം പ്രോസസ്സുകളൊന്നും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാത്തതാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ആവശ്യമേ ഉള്ളൂ. വിൻഡോസ് 98 സെറ്റപ്പിന് 4 ഓപ്ഷൻസ് ഉണ്ട്. ടിപ്പിക്കൽ, പോർട്ടബിൾ, കോമ്പാക്റ്റ് ആൻഡ് കസ്റ്റം. ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മൾ മിക്കപ്പോഴും കസ്റ്റം ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക. അതായത് നമുക്ക് മാക്സിമം കൺട്രോൾ കാര്യങ്ങൾ കിട്ടുന്നത് കസ്റ്റം ഓപ്ഷനിലാണ്. പോർട്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് പോർട്ടബിൾ. അതായത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ പവർ മാനേജ്മെൻറ്റ് അടക്കമുള്ള ഓപ്ഷൻസ് എനേബിൾഡ് ആവാനായിരുന്നു പോർട്ടബിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നത്. നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ ഒട്ടും സ്പേസ് ഇല്ലെങ്കിൽ മിനിമം കമ്പോണൻസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരുന്നു കോമ്പാക്റ്റ് എന്നത്. എന്തായാലും നമുക്ക് കസ്റ്റം സെലക്ട് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. നിങ്ങൾക്ക് വിൻഡോസിൻ്റെ കൂടെ ഡീഫോൾട്ട് വേണ്ട കമ്പോണൻറ്റുകളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും കമ്പോണൻറ്റുകൾ അഡീഷണലായി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്തായാലും കമ്പോണൻറ്റ് ലിസ്റ്റ് നമ്മൾ ഡീഫോൾട്ട് സെലക്ട് ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു. തുടർന്ന് നമ്മളുടെ കമ്പ്യൂട്ടറിന് ഒരു പേര് സജസ്റ്റ് ചെയ്യാം. ഞാൻ ടെസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പേരിടുന്നു. വർക്ക് ഗ്രൂപ്പിൻ്റെ പേര് വർക്ക് ഗ്രൂപ്പ് എന്നും കമ്പ്യൂട്ടർ ഡിസ്ക്രിപ്ഷൻ തൽക്കാലം നൺ എന്നും കൊടുക്കാം. വർക്ക് ഗ്രൂപ്പ് എന്നത് വിൻഡോസ് നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ട പദമാണ്. നമുക്ക് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ വർക്ക് ഗ്രൂപ്പ് എന്താണെന്ന് വിശദീകരിക്കാം. നെക്സ്റ്റ്. നിങ്ങളുടെ കീബോർഡ് ലേഔട്ട് അടക്കമുള്ള ബേസിക് സെറ്റിംഗ്സ് ചോദിക്കും. ടിപ്പിക്കൽ സെറ്റിംഗ്സ് ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കസ്റ്റം ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇത്രത്തോളം ചോദ്യങ്ങൾ വന്നത്. ഡീഫോൾട്ട്, നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇന്ത്യ സെലക്ട് ചെയ്യുക, മുമ്പോട്ട് പോകുക. സ്റ്റാർട്ടപ്പ് ഡിസ്ക് ക്രിയേഷൻ എന്നത് വിൻഡോസ് 98ൻ്റെ ഒരു ബൂട്ടബിൾ ഫ്ലോപ്പി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഫ്ലോപ്പിക്ക് പ്രസക്തിയില്ല. നെക്സ്റ്റ്.
എന്തായാലും നമുക്ക് സ്റ്റാർട്ടപ്പ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്യാൻസൽ കൊടുക്കാം. ഡിസ്ക് റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഡിസ്ക് ഇല്ലാത്ത ഡിസ്ക് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. എഗെയിൻ ഫയൽ കോപ്പിയിങ് എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നിങ്ങളുടെ വിൻഡോസ് ഫോൾഡറിലേക്കും മറ്റ് വിൻഡോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡറുകളിലേക്കും എല്ലാം ഇഷ്ടംപോലെ ഫയൽസ് ഇൻസ്റ്റാൾ ചെയ്യും. മൈക്രോസോഫ്റ്റ് വിൻഡോസിനെ കുറിച്ച് ഒരു പൊതു പരാതി പല കസ്റ്റമർക്കും ആ സമയത്തുണ്ടായിരുന്നത് വിൻഡോസ് ഇഷ്ടംപോലെ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുകയും ആവശ്യമില്ലാത്ത ഇഷ്ടംപോലെ ഫയൽസ് കോപ്പി ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരോ രസികന്മാർ വിൻഡോസിന് ഒരു ഫുൾ ഫോം കൊടുത്തിരുന്നു, വിൽ ഇൻസ്റ്റാൾ നീഡ്ലെസ് ഡേറ്റ ഓൺ ഹോൾ സിസ്റ്റം എന്ന്. നീഡ്ലെസ് ആണെന്ന് നമുക്ക് തോന്നുന്ന പല ഡേറ്റകളും മൈക്രോസോഫ്റ്റിന് ആവശ്യമുള്ളതായിരുന്നുകൊണ്ട് ഒരുപക്ഷെ അവർ ആ കമൻറ്റിന് പ്രതികരിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഒരല്പസമയം ഈ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിന് എടുക്കും. ആ ത്രൂ ഔട്ട് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് നമ്മളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവർ കുറച്ച് ബിസിനസ് പ്രൊമോഷൻ മെറ്റീരിയൽസ് അവിടെ കാണിക്കുന്നുണ്ട്. 98-ൻ്റെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ നമുക്ക് കൗതുകത്തോടെ നോക്കിയിരിക്കാവുന്ന ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. എന്തായാലും പുതിയൊരു കാലഘട്ടത്തിൽ വിൻഡോസ് 98 ഒരു പ്രസക്തമായ വിഷയമേ അല്ല. പ്രസക്തമല്ല എന്ന് പറയുമ്പോഴും വളരെ കുറച്ചെങ്കിലും കസ്റ്റമേഴ്സിന് 98 അധിഷ്ഠിത സോഫ്റ്റ്വെയറുകൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി പല കസ്റ്റമേഴ്സും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിലൊന്ന് ഇത്തരം 98 അധിഷ്ഠിത സോഫ്റ്റ്വെയറുകൾ റൺ ചെയ്യേണ്ടി വരുമ്പോൾ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഹെൽപ്ഫുൾ ആവില്ല എന്നതാണ്. ഉദാഹരണത്തിന് വിൻഡോസ് 7, വിൻഡോസ് 8 ലാപ്ടോപ്പുകൾ റൺ ചെയ്യാത്ത പല പഴയകാല സോഫ്റ്റ്വെയർസും ഉണ്ട്. അത്തരം സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ ഏറ്റവും മികച്ചത് വിൻഡോസ് 98 ആണ്. പലപ്പോഴും കസ്റ്റമർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ VMware വർക്ക് സ്റ്റേഷൻ, ഒറാക്കിൾ വെർച്വൽ ബോക്സ് പോലുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിൻഡോസ് 98 ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം അതിനകത്തേക്ക് അയാളുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കോൺഫിഗർ ചെയ്ത് കൊടുക്കും. പിന്നീടൊരു സെഷനിൽ നമുക്ക് ഈ VMware വർക്ക് സ്റ്റേഷൻ എന്ന ഉൽപ്പന്നം എങ്ങനെയാണ് നമ്മളുടെ റെഗുലർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. എന്തായാലും ഈ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിൻ്റെ ഈ 50% മൊത്തം തീരുന്നവരെ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ സെഷൻ ഒരല്പസമയത്തേക്ക് പോസ് ചെയ്ത് നിർത്തിയ ശേഷം ഇൻസ്റ്റലേഷൻ തീരുന്നൊരു ഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു താങ്ക് യു മെസ്സേജ് വരുന്നുണ്ട്. പ്ലീസ് രജിസ്റ്റർ യുവർ കോപ്പി ഓഫ് വിൻഡോസ് 98 എന്നാണ് ആ മെസ്സേജ് പറയുന്നത്. റീസ്റ്റാർട്ടിങ്ങിനുള്ള സമയമാണ്. നിങ്ങളുടെ ഡ്രൈവുകളിൽ ഫ്ലോപ്പി ഡിസ്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റിയ ശേഷം ബൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ കാര്യം ഓർക്കുന്നത്, നമ്മുടെ ഡ്രൈവിൽ ഫ്ലോപ്പി ഡിസ്കൊന്നുമില്ല, പക്ഷേ നമ്മളുടെ ബൂട്ട് സീക്വൻസ് കിടക്കുന്നത് CD-ROM എന്നാണ്. അപ്പോൾ ഇപ്പോൾ ബൂട്ട് സീക്വൻസ് CD-ROM എന്ന് കിടന്നു കഴിഞ്ഞാൽ ഡ്രൈവിലുള്ള CD-യിൽ നിന്ന് ഡോസ് ബൂട്ട് ചെയ്ത് വരും. അപ്പോൾ ഇൻസ്റ്റലേഷൻ തടസ്സപ്പെടും. അതുകൊണ്ട് ഈ റീസ്റ്റാർട്ട് സമയത്ത് ബയോസിൽ കയറി നമുക്ക് അതിൻ്റെ ബൂട്ട് സീക്വൻസ് മാറ്റി കൊടുക്കുകയും ചെയ്യണം. നമ്മൾ ബയോസിൽ കയറി ബൂട്ട് സീക്വൻസ് ഓപ്ഷനിൽ ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് ആയിട്ട് കിടക്കുന്നത് CD-ROM ആണ്. അത് മാറ്റി ഹാർഡ് ഡിസ്ക് ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് സെറ്റിങ്സ് സേവ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാം. വിൻഡോസ് 98 ആദ്യത്തെ സ്ക്രീൻ വരികയാണ്. നമ്മളിതിനെ സ്പ്ലാഷ് സ്ക്രീൻ എന്നാണ് വിളിക്കുക. 98 ഇൻസ്റ്റലേഷൻ കണ്ടിന്യൂ ചെയ്യും. അടിസ്ഥാന ഇൻഫർമേഷനുകൾ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ പേര്, തുടർന്ന് നിങ്ങളുടെ ഓർഗനൈസേഷൻ തുടങ്ങിയ അടിസ്ഥാന ഇൻഫർമേഷൻസ് ഇതിനകത്ത് എൻ്റർ ചെയ്യുക. നിങ്ങളെന്ന് പറയുമ്പോൾ എൻഡ് യൂസർ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ എൻ്റർ ചെയ്യുക. കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ കസ്റ്റമർ ഡാറ്റ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ്, വിൻഡോസിൻ്റെ ലൈസൻസ് എഗ്രിമെൻ്റ് ആണ്. ലൈസൻസ് എഗ്രിമെൻറ്റുകളെ കുറിച്ചുള്ള തമാശ ആരും വായിച്ചു നോക്കാത്തതാണ് ലൈസൻസ് എഗ്രിമെൻ്റ് രണ്ടാമത്തെ പേജ് എന്നാണ്. പ്ലീസ് റീഡ് കെയർഫുള്ളി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും മിക്ക അവരുടെയും കൈ നീങ്ങുക ഐ അക്സെപ്റ്റ് ദ എഗ്രിമെൻ്റ് എന്ന ഓപ്ഷനിലേക്കായിരിക്കും. സത്യത്തിൽ വളരെയധികം ടെക്നിക്കൽ ഇൻഫർമേഷൻസും നിയമപരമായ കാര്യങ്ങളും മൈക്രോസോഫ്റ്റ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വിൻഡോസ് NT 4.0 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലൈസൻസ് എഗ്രിമെൻറ്റിൽ വിൻഡോസ് NT ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന പേഴ്സണൽ ഇഞ്ചറിക്കോ മരണത്തിന് പോലുമോ മൈക്രോസോഫ്റ്റ് ഉത്തരവാദിയല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു തമാശയല്ല കേട്ടോ. സീരിയസ് ലെവലിൽ ലൈസൻസ് എഗ്രിമെൻ്റ് പേജുകൾ മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്ലോസ് മാത്രമാണത്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇൻഫർമേഷൻസ് എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ പ്രത്യേകിച്ച് അധികം കെയറൊന്നും കൊടുക്കാതെ ഐ എഗ്രി എന്ന് കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് തെറ്റിക്കേണ്ട, ഐ അക്സെപ്റ്റ് ദ എഗ്രിമെൻ്റ് എന്ന ഓപ്ഷൻ കൊടുക്കാം. തുടർന്ന് വിൻഡോസ് പ്രൊഡക്റ്റ് കീ കൊടുക്കേണ്ട സമയമാണ്. നിങ്ങളുടെ വിൻഡോസ് CD-യുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒതൻറ്റിസിറ്റി എന്നറിയപ്പെടുന്ന ഒരു ഹോളോഗ്രാമൊക്കെ ഉള്ള സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കറിൻ്റെ കൂടെ CD കീ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ CD കീ എൻ്റർ ചെയ്യാം.
ആ ഹോളോഗ്രാം സ്റ്റിക്കർ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ CD-ക്ക് എൻട്രി തുടങ്ങുകയാണ്. നമ്മുടെ CD-ക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഫിനിഷ് പ്രസ് ചെയ്യുക. അവസാന ഘട്ടം ബാക്കി ഹാർഡ്വെയർ ഡിവൈസുകളുടെ സെറ്റിങ്ങും മറ്റ് ഡിവൈസ് ഡ്രൈവറുകളുടെ കോൺഫിഗറേഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഘട്ടമാണ്. അതിനൊരല്പസമയം എടുക്കും. നമ്മൾ അത്രയും സമയം ഇതിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ വരുന്നൊരു ടൈം പീരീഡിലേക്ക് നമ്മൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അടുത്തൊരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസുകളെയും തുടർന്ന് നോൺ പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസുകളെയും കണ്ടുപിടിക്കുന്ന ഘട്ടമാണിത്. പ്ലഗ് ആൻഡ് പ്ലേ എന്നത് വിൻഡോസ് 95 കാലഘട്ടത്തിൽ മുതൽ മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടെർമിനോളജിയാണ്. നിങ്ങളൊരു ഹാർഡ്വെയർ ഡിവൈസ് പ്ലഗ് ചെയ്താൽ അത് സ്വയം കണ്ടുപിടിക്കുകയും നമുക്ക് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യാവുന്ന അവസ്ഥ എത്തുന്നതാണ് പ്ലഗ് ആൻഡ് പ്ലേ കൺസെപ്റ്റ്. പക്ഷേ വിൻഡോസ് XPയുടെ എല്ലാം കാലഘട്ടം മുതലാണ് പ്ലഗ് ആൻഡ് പ്ലേ എന്ന പ്രക്രിയ പൂർണ്ണമായും പെർഫെക്റ്റായിട്ട് മൈക്രോസോഫ്റ്റ് എൻവയറമെൻറ്റിൽ വന്നു തുടങ്ങിയത്. പലപ്പോഴും വിൻഡോസ് 98 കാലഘട്ടത്തിലൊക്കെ കസ്റ്റമർ പ്ലഗ് ആൻഡ് പ്രേ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. അതായത് പ്ലഗ് ആൻഡ് പ്ലേ അല്ല, പ്ലഗ് ആൻഡ് പ്രേ എന്നാണ് വിളിച്ചിരുന്നത്. പ്ലഗ് ചെയ്യുക, ഒരല്പം പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഡ്രൈവറുകൾ എടുത്തേക്കാം എന്ന രീതിയിൽ. നമുക്ക് റീസ്റ്റാർട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആകുകയാണ്. തുടർന്ന് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സമയം, ടൈം സോൺ അടക്കമുള്ള വിവരങ്ങൾ കോൺഫിഗർ ചെയ്യാനുള്ള സമയമാണ്. നമ്മൾ ക്വൈറ്റ് ഒബ്വിയസ്ലി GMT+530 നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് മാറ്റുക. GMT+530 നിങ്ങൾ ഏത് രാജ്യത്താണോ അതനുസരിച്ചുള്ള ടൈം സോൺ സെറ്റ് ചെയ്യുക. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. തുടർന്ന് ബേസിക് കൺട്രോൾ പാനൽ ഐറ്റംസും സ്റ്റാർട്ട് മെനു പ്രോഗ്രാംസ് അടക്കമുള്ള കാര്യങ്ങൾ കോൺഫിഗർഡ് ആവും. ആൻഡ് ഫൈനലി സിസ്റ്റം സെറ്റിംഗ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയമാണ്. ആൻഡ് ഫൈനലി നിങ്ങളുടെ വിൻഡോസ് എൻവയറമെൻറ്റിലേക്ക് എത്തുന്നു. നിങ്ങൾക്കൊരു പാസ്വേഡ് ഓപ്ഷൻ ചോദിക്കുന്നു. വിൻഡോസ് XPയുടെ പോലെ സെക്യൂർ ആയ എൻവയറമെൻ്റ് ഒന്നും അല്ല 98. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അകത്തേക്ക് കയറാം. പുതിയ പാസ്വേഡിൻ്റെ അർത്ഥം നിങ്ങളൊരു യൂസർ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതായത് നിങ്ങളുടേതായ ഇഷ്ടപ്പെട്ട വാൾപേപ്പർ, സ്ക്രീൻ സേവർ അടക്കമുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പാസ്വേഡാണ്. വിൻഡോസ് XP അടക്കമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുള്ള പോലെ ഒരു സെക്യൂരിറ്റി പാസ്വേഡ് അല്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആ പാസ്വേഡ് ഒന്നുകൂടെ ചോദിക്കും. നിങ്ങളുടേതായ ഒരു സെക്യൂരിറ്റി പ്രൊഫൈൽ, നിങ്ങളുടേതായ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സിസ്റ്റം അതിനകത്തേക്ക് കയറും. അവസാനം നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് എത്തും. ഒരു ചെറിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റലേഷനും അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ശരിക്കും 16 MB മെമ്മറി മാത്രമുള്ള ഒരു സിസ്റ്റത്തിൽ 150 MBക്ക് അടുത്ത് മാത്രം ഹാർഡ് സ്പേസ് എടുത്തുകൊണ്ട് ഇൻസ്റ്റാൾഡ് ആവുന്ന ഒരു ലളിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 98 എന്നത്. എന്തായാലും 98 ഇൻസ്റ്റലേഷൻ നമ്മൾ ചെയ്തു. 98-നകത്തെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ ഒന്നും നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 98 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഉതകുന്നതാണ്. നിങ്ങൾക്ക് ഒരല്പം ആവശ്യമായ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തി എടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന അടിസ്ഥാന സോഫ്റ്റ്വെയറാണ്. നിങ്ങളുടെ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കും വിൻഡോസ് 8 വരുന്നവരെയുള്ള എല്ലാ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും അടിസ്ഥാനപരമായി ഓഫർ ചെയ്യുന്ന സ്റ്റാർട്ട് ബട്ടൺ, ടാസ്ക് ബാർ, വാൾപേപ്പർ അടങ്ങുന്ന എല്ലാ കമ്പോണൻറ്റുകളും ഇവിടെയുണ്ട്. വിൻഡോസ് 98 ഇൻസ്റ്റലേഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ അടുത്ത സെഷനുകളിൽ വിൻഡോസ് XP, വിൻഡോസ് 7, വിൻഡോസ് 8 അടക്കമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകും. തുടർന്ന് അവയുടെ അഡ്വാൻസ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.